ഇന്ന് അധ്യാപക ദിനമാണല്ലോ. ഈ അധ്യാപക ദിനത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാതെ നിവൃത്തിയില്ലെന്ന് തോന്നുന്നു. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാന റോള് വഹിച്ചിരുന്നത് രക്ഷിതാക്കളും തീർച്ചയായും അധ്യാപകരുമാണ്. അവരാണ് ഒരുപക്ഷെ ഓരോ മനുഷ്യനെയും മോൾഡ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഭാവി നിശ്ചയിച്ചിരുന്നത് എന്ന് പറയാം. ഗുരുകുല സമ്പ്രദായം തൊട്ടിട്ടുള്ള വിദ്യാഭ്യാസ രീതി ഇന്ന് നാം കാണുന്ന വിദ്യാഭ്യാസ രീതി വരെ വന്നു നിൽക്കുന്നു, കാലഘട്ടത്തിനനുസരിച്ചുള്ള രീതി അനുസരിച്ച്. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ, ഈ അധ്യാപകൻ്റെ സ്ഥാനം സോഷ്യൽ മീഡിയകൾ, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയകൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം, വിഷ്വൽ മീഡിയയുടെ കടന്നുകയറ്റം കാരണം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തെയും നിയന്ത്രിക്കുന്നത് ഈ വിഷ്വൽ മീഡിയകളാണ് എന്ന് പറയാതെ വയ്യ. തീർച്ചയായും സോഷ്യൽ മീഡിയകളും അവരാണ് ഓരോ മനുഷ്യനെയും നിയന്ത്രിക്കുന്നത്, ഓരോ മിനിറ്റുകളെയും നിയന്ത്രിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങളെ അതിൽ നിന്ന് നിയന്ത്രിക്കാനാവുന്നില്ല. ഒരു നിമിഷം പോലും നമുക്കൊരു മൊബൈൽ ഫോണിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. തൊട്ടടുത്ത് നമ്മുടെ പോക്കറ്റിൽ അതുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിന് തൊട്ടടുത്തുണ്ടാവും. ഓരോ 2 മിനിറ്റിലെങ്കിലും ആ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് കണ്ടില്ലെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡായി പോകുന്നൊരു അവസരമുണ്ട്. അപ്പം നമ്മളതിൽ വരുന്ന വാർത്തകൾ, ശരികളും തെറ്റുകളും ഫാൾസ് ന്യൂസുകളും എല്ലാം കടന്നു കയറുകയാണ്. നമ്മൾ പറയുന്നത് വിഷ്വൽ മീഡിയ അല്ലേ, അത് യാഥാർത്ഥ്യമല്ലേ എന്ന് നമ്മൾ വിചാരിച്ചിരുന്നിടത്ത് അത് എത്തി നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും വീഡിയോ കണ്ടാൽ ശരിയെന്ന് തോന്നുന്ന ഒരുപാട് തെറ്റുകളുടെയും ഫാൾസ് ന്യൂസുകളുടെയും കാലഘട്ടമാണ്. ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിഷ്വൽ എല്ലാം വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ ധാരാളം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഈ അടുത്ത കാലത്താണ്, ഇന്നത്തെ മറ്റോ മാതൃഭൂമിയിലുണ്ട്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഭാര്യയും കുട്ടികളും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചിത്രം ഇട്ടത് അത് തെറ്റാണെന്നും, അതൊരു കോൺഗ്രസ് പ്രവർത്തകയും അവരുടെ 2 മക്കളാണെന്നും, അവരോടൊന്നിച്ചിട്ടുള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ മാത്രമാണതെന്നും നമ്മൾ കണ്ടു കഴിയാണ്. അപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്നത് ആ വ്യക്തിയെ അപമാനിക്കാനും വ്യക്തിഹത്യ ചെയ്യാനുമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട്. ഒരു ഫോട്ടോൻ്റെ കാര്യം മാത്രമാണ്, അങ്ങനെ അനേകായിരമുണ്ട്. രാഷ്ട്രീയ വൈരങ്ങൾ തീർക്കാൻ, മതസ്പർദ്ധ വളർത്താൻ, അതിക്രമങ്ങൾ വർദ്ധിപ്പിക്കാനായി, രാജ്യദ്രോഹം വളർത്താനായിട്ടെല്ലാം ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അതിവിദൂര ഭാവിയിലല്ലാതെ തന്നെ ഇന്ന് കാണുന്ന അധ്യാപക സമൂഹം വംശനാശം നേരിടും എന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല. കാരണം വെർച്വൽ അധ്യാപകർ ഇവരുടെ സ്ഥാനത്തേക്ക് ഉയർന്നു വരും. കാരണം ഇന്ന് നമുക്ക് വലിയ യൂണിവേഴ്സിറ്റികളുണ്ട്, വലിയ ബിൽഡിങ്ങുകളുണ്ട്, ക്ലാസ് മുറികളുണ്ട്, അനേകം കുട്ടികളുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു റൂമിലിരുന്ന് ഒരു യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിക്കാനുള്ള സംവിധാനം വരും. നമുക്ക് നമ്മുടെ മുന്നിൽ വന്നിരുന്ന് ക്ലാസ് എടുക്കുന്ന ഒരു വെർച്വൽ അധ്യാപകൻ വരും. നമുക്ക് നമ്മുടെ ശബ്ദം റിക്കഗ്നൈസ് ചെയ്ത് നമ്മുടെ ഏത് സംശയങ്ങൾക്കും മറുപടി തരുന്ന ഒരു വെർച്വൽ അധ്യാപകൻ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പ്രത്യക്ഷപ്പെടും. നിങ്ങൾക്ക് എവിടെ പോസ് ചെയ്തിട്ടും ആ അധ്യാപകനോട് സംശയങ്ങൾ ചോദിക്കാം, നിങ്ങൾക്കതിനെല്ലാം ഉത്തരങ്ങൾ തേടും. ഒരുപക്ഷെ നിങ്ങളുടെ ശബ്ദം റിക്കഗ്നൈസ് ചെയ്ത് നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറയാനോ ആ വെർച്വൽ അധ്യാപകരും കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ ഒന്നു മാത്രം ഉണ്ടാവില്ല, സ്നേഹസ്പർശനമായ ഒരു തലോടൽ, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ഒരു വികാരപരമായ മനുഷ്യന് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്നേഹത്തലോടൽ, അധ്യാപകൻ്റെ ഒരു സ്നേഹ സ്പർശനം, അതൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അക്കാലത്ത് എவ்விധത്തിൽ ഒരു അധ്യാപക ദിനം കൊണ്ടാടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വയ്ക്കുക.